എവരിവൺ, നമ്മൾ ഫൈനാൻസ് റിപ്പോർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ലെഡ്ജർ റിപ്പോർട്ടാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുവാണെങ്കിൽ ഓരോ ലെഡ്ജറിൻ്റെ ഒരു സമ്മറി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ടോട്ടൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡെബിറ്റ് ഉണ്ട്, എത്ര ക്രെഡിറ്റ് ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടും. ഓരോ അക്കൗണ്ടിൻ്റെ വേണമെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് ബാലൻസ് എൻട്രി ഒക്കെ ഇട്ട് നമുക്കൊരു ഡീറ്റെയിൽ ലെഡ്ജർ റിപ്പോർട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ വോച്ചേഴ്സ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെഡ്ജർ റിപ്പോർട്ടിൻ്റെ വേറൊരു ഫോർമാറ്റാണ്. ഉദാഹരണത്തിന് ADCB ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് എത്രയുണ്ടായിരുന്നു ആ ഡേറ്റ് വരെ, അത് കഴിഞ്ഞ് എത്ര ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് അക്കൗണ്ടിൽ, എത്ര ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, ക്ലോസിങ് എത്രയാണ്, എത്ര ഇൻവോയ്സിൽ നമ്മുടെ ഈ ADCB അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരും. പിന്നെ ADCBയിൽ എത്ര ട്രാൻസാക്ഷന് നമ്മൾ യൂസ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ 1128 ട്രാൻസാക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് 1003 നമ്മുടെ ഇൻവോയ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 250 നമ്മൾ വൗച്ചേഴ്സായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തേക്കണ എൻട്രീസും എല്ലാം നമുക്ക് ഷോ ചെയ്ത് അവൈലബിൾ ആയിട്ട് കിട്ടും. ക്രെഡിറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ സപ്ലയറിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ബാങ്ക് റിപ്പോർട്ടിൽ നമുക്ക് ഷോ ചെയ്ത് കിട്ടുന്നതാണ്. അടുത്തത് ക്യാഷ് റിപ്പോർട്ട്. ക്യാഷിൻ്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട്. ലെഡ്ജർ റിപ്പോർട്ടിൻ്റെ അകത്ത് ക്യാഷ് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിപ്പോർട്ട് തന്നെയാണ്, പക്ഷേ എളുപ്പത്തിലെടുക്കാൻ വേണ്ടി ക്യാഷ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു റിപ്പോർട്ട് വെച്ചേക്കണെയാണ്. എക്സ്പെൻസ് റിപ്പോർട്ടുകൾ ഒരു ഡേറ്റ് മുതൽ വേറൊരു ഡേറ്റ് വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഷോ ചെയ്യിക്കും. ടോട്ടൽ എക്സ്പെൻസുകൾ നമുക്കറിയാൻ യൂസ് ചെയ്യും, ഏത് അക്കൗണ്ടിൽ നിന്നാണ് കട്ടയക്കുന്നതെന്നും എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് വരും. അതുപോലെ തന്നെ PRO റിപ്പോർട്ട്, ടോട്ടൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് PROയ്ക്ക്, അങ്ങനെയുള്ള ഓരോ PROയുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് ആണ് ഇതിൻ്റെ അകത്ത് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ PROയുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് PRO ചൂസ് ചെയ്താൽ ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം, സെയിൽസ് ടോട്ടൽ എത്രയുണ്ട്, ഗവൺമെൻറ് ഫീ എത്ര കട്ടായിട്ടുണ്ട്, സപ്ലയർ ഫീ എത്രയുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ട്, എക്സ്പെൻസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ADCB ആരോ കൊണ്ടുവന്ന എക്സ്പെൻസിൻ്റെ അണ്ടറിലിട്ടേക്കുവാണ്, അതുകൊണ്ടാണ് ADCB എക്സ്പെൻസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞത് അസറ്റാണ്, അതിൻ്റെ വരാൻ പാടില്ല. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇത് ഡെമോ ആയതുകൊണ്ട് പലരും യൂസ് ചെയ്യുന്നതുകൊണ്ട് മാറി മാറി ഇട്ടേക്കണെയാണ്. അതുപോലെ ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസും എല്ലാം അവൈലബിൾ ആണ്. ഡേ ബുക്ക്, കോർപ്പറേറ്റ് ടാക്സിൻ്റെ റിപ്പോർട്ട്, അങ്ങനത്തെ എല്ലാമാണ് ഇതിൻ്റെ അകത്ത് ഫൈനാൻസിൽ ബാക്കിയുള്ളത്.